പോലെ ബാലരാമപുരം ഹൗസിംഗ് കോളനിയിൽ നിന്നല്ലേ? അതെ. അതായത് ഹർത്താൽ, ഈ കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ 14-ാം തീയതി അന്ന് മൂർഖൻ പാമ്പിനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴാണ് അതിനെ കാണിക്കാൻ പറ്റാത്ത കൗതുകം, ചിലർക്കുണ്ടായ കൗതുകവും അതിനെതിരെ അദ്ദേഹത്തിന് പറഞ്ഞു പരത്തിയ വാർത്തകളുമാണ് താൻ പാമ്പ് പിടുത്തം അവസാനിപ്പിക്കുകയാണ്, ഈ സേവനം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത്, വാവ സുരേഷിനെ കൊണ്ട് എത്തിച്ചത്. ആ അതിഥിയെ കാണാം, ഒപ്പം അദ്ദേഹത്തിന്റെ തീരുമാനവും കേൾക്കാം. സുരേഷ്, ഇതാണ് അതിഥി. കുഞ്ഞ് ചെറിയ പാമ്പ്, അത്ര വലിയ പാമ്പൊന്നുമല്ല, ചെറിയ പാമ്പാണ്. ഇതാണ് ആ വിവാദ നായകൻ. ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴാണ് അവർ രണ്ടാമത് ഇദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഹർത്താൽ ദിനമായതുകൊണ്ട്, ഞാൻ സാധാരണ ടാക്സിയിലാണ് സഞ്ചരിക്കുന്നത്. ഹർത്താൽ ദിനമായതുകൊണ്ട് ഞാൻ ടൂ വീലർ ആക്റ്റീവിലാണ് പോയത്. അപ്പോൾ ഇത്രയും വലിയൊരു പാമ്പിനെ ആ ഡാഷിനകത്ത് ഇട്ടാൽ തിരിച്ചെടുക്കാൻ പാടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അതിഥിയെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ 62ാമത്തെ രാജവെമ്പാലയെ പിടിക്കാനായി അവിടെ നിന്ന് ആറോ റേഞ്ച് ഓഫീസർ സാറ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെ പെട്ടെന്ന് ഡാഷിലാക്കി അവിടെ നിന്ന് പോകുന്നത്. ഈ അതിഥിയെ പാമ്പുകളെ പിടിച്ചാണ് വെനം എടുക്കുമെന്നൊക്കെ പറയുന്നത്. അത് ഈ രണ്ട് വ്യക്തികളുടെയും അറിവില്ലായ്മയാണ്. പാമ്പിൻ്റെ വെനമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതായി കണ്ണിൻ്റെ പുറകിൽ ഈ കവിളിങ്ങനെ വേർതിരിക്കുന്നതാണ് അതിൻ്റെ ഗ്ലാൻഡ്. അതെങ്കിലും ഈ രണ്ട് വ്യക്തികൾ അറിഞ്ഞു വെക്കുക. സാധാരണഗതിയിൽ ഞാനൊരു വേദിയിൽ കുട്ടികൾക്ക് അവയർനെസ് ക്യാമ്പിന് പാമ്പിനെ കൊണ്ടുപോകുമ്പോൾ പോലും അവയെ വേദനിപ്പിക്കാതെ വളരെ ലാഘവത്തോടെയാണ് അവയെ കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കാണിക്കുന്നത്. നിങ്ങൾ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ചില ചാനലുകളിൽ അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ പാമ്പിനെ വെച്ച് ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ഈ ഈ ഗ്ലാൻഡ് റിമൂവ് ചെയ്ത പാമ്പുകളെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, തല ഒട്ടിയിരിക്കുന്നു, തലയുടെ പിന്നുവശം ഒട്ടിയിരിക്കുന്നു, കവിള് ഉണ്ടാകത്തില്ല, വായി തുറക്കത്തില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, ഞാൻ ആദ്യമായി പാമ്പിനെ പിടിച്ച് തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഫോറസ്റ്റ് ആക്റ്റാണ്. ഫോറസ്റ്റ് ആക്ട്, പാമ്പുകൾ എത്ര ഷെഡ്യൂൾഡാണ്, ഏതൊക്കെ പാമ്പുകളാണ് ഷെഡ്യൂൾഡ്, ഏതൊക്കെ പാമ്പുകൾ ഷെഡ്യൂൾഡ് അല്ല, ഏതൊക്കെ പാമ്പുകളെ കയ്യിൽ വെക്കാം, ഏതൊക്കെ പാമ്പുകൾ ഏതൊക്കെ രീതിയിൽ അസുഖം വന്നാൽ മാത്രമേ 1-2 ദിവസം പാമ്പുകൾ വെക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. അപ്പോൾ ഓർമ്മിക്കുക, ഇതാണ് നമ്മുടെ ഈ രണ്ട് വ്യക്തികളുടെ മുന്നിൽ കാണിക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ മുന്നിൽ കാണാൻ അവസരം ഒരുക്കുന്നതിനേക്കാളും, ഈ പീപ്പിൾ ചാനലിൻ്റെ അല്ലെങ്കിൽ പീപ്പിൾ TV-യുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ നല്ലവരായ, നല്ല മനസ്സുള്ള, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന എല്ലാ മലയാളികളും ഈ അതിഥിയെ പരിചയപ്പെടട്ടെ. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന എല്ലാ പാമ്പുകളെയും കാട്ടിലേക്ക് വിട്ടു. ഈ അതിഥിയും ഈ കാട്ടുപാമ്പിനെയും ഈ നീർക്കോലിയും ഈ ചേര, ഇന്ന് രാവിലെ പിടിച്ച ചേരയും മാത്രമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ വീട്ടിലുള്ള സ്റ്റോക്കായിട്ടുള്ളത്. ഇനി എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയാൻ അതിഥികൾ ഒരു 1000-ഓളം മൂർഖൻ പാമ്പിൻ്റെ മുട്ടകൾ മാത്രമാണ്, മുട്ട വിരിയിക്കാനായി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്തായാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല. എൻ്റെ തീരുമാനം മാറണമെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾ, എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ച വ്യക്തികൾ, അതിൽ നിന്ന് അവരെന്തായാലും മാറുമെന്നുള്ളത് ഉറപ്പാണ്. തരത്തിൽ ഇപ്പോൾ തന്നെ മാനസികമായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ്. അവര് മുന്നോട്ട് വരട്ടെ. അല്ലെങ്കിൽ മറ്റൊന്ന്, ഇത് ഈ ശ്വാസം വിടുന്ന ശബ്ദമാണോ? അത് നമ്മെ പേടിച്ചിട്ടാണ്, മനുഷ്യനെ പേടിച്ചിട്ടാണ് ഈ പ്രവണത കാണിക്കുന്നത്. പേടിച്ചിട്ട് വായിൽ കൂടി ശ്വാസമെടുത്ത് വായിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുന്ന ഒരു സാധു ജീവിയാണ് പാമ്പുകൾ. ഇവ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പ്രവണത കാണിക്കുന്നത്. നമ്മെ കടിക്കാൻ, അല്ല എന്നെയോ നിങ്ങളെ ഒന്നും ഉപദ്രവിക്കാനല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ പിന്നിൽ വന്ന് നിൽക്കാം. നിങ്ങളെ അദ്ദേഹം കാണാൻ പോകുന്നില്ല, നിങ്ങളെ അദ്ദേഹം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇദ്ദേഹത്തിന് 13 വയസ്സോളം പ്രായമുണ്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന, മൂർഖൻ എന്നറിയപ്പെടുന്ന ആൺപാമ്പാണ് ഇദ്ദേഹം. ഇതിനെയാണ് നമ്മുടെ
പ്രേക്ഷകർ കാണട്ടെ. ഇതാണ് വിവാദ നായകൻ എന്നറിയപ്പെടുന്ന. തുടർന്നാണ് അന്ന് ഹർത്താലിന്റെ അന്ന് താൻ ഈ പാമ്പ് പിടുത്തം നിർത്തുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും സുരേഷ്